ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് റെഡിയാകാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആരോട് കൂടിയ അടിപൊളി കലത്തപ്പമാണ് കേട്ടോ. ഞാനിതാ 1/2 കിലോ പച്ചരി നന്നായി കഴുകിയിട്ട് 4 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറും അതുപോലെ 2 ഏലക്കായ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു നുള്ള് അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നൈസായിട്ട് അരച്ചെടുക്കാം. ഇനി അത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ജാറും കൂടെ ഒന്ന് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ലൂസിൽ തന്നെയാണ് വേണ്ടത്. ഇനി ഒരു 350 ഗ്രാം വെള്ളം എടുത്തിട്ട് അതൊന്ന് ഉരുകാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അതിന് ശേഷം അത് ഒരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് ചൂടോടുകൂടി തന്നെ ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഒഴിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നിർത്താതെ ഇളക്കി കൊടുക്കണം. കാരണം ചൂടോടെ ഒഴിക്കുന്നത് കൊണ്ട് അരി പെട്ടെന്ന് വെന്ത് കട്ടയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസ് ഓണാക്കിയതിന് ശേഷം കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ബട്ടറോ എന്തും യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് 4 ചെറിയുള്ളി കട്ടാക്കിയതും കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ലാസ്റ്റ് അത് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്ലെയിം ഹൈയിൽ വെച്ച് തന്നെ നല്ല ചൂടോടുകൂടി തന്നെ ഈ മാവ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെക്കണം. കാരണം ഇത് ആരെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെക്കുന്നത്. വിസിലിടരുത് കേട്ടോ. ഇനി 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ടെടുത്താൽ മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ്. അടിയിലൊന്നും പിടിക്കാതെ അടിഭാഗം കരിയൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരി അരച്ച ആ മാവിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ ആരോട് കൂടിയ അടിപൊളി കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.